ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമായിരിക്കുന്നു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു ബോക്സ് ആയിട്ടുണ്ട്. ഈ ഒരു ബോക്സ് നമ്മുടെ ചാനൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഒരു പ്രിൻസസിൻ്റെ മിഠായിയൊക്കെ വാങ്ങുന്നൊരു ബോക്സ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ക്രിസ്മസ് ഒക്കെ ആയിട്ട് വരാമല്ലേ. ക്രിസ്മസ് ആയിട്ട് വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് എന്താ, നമുക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് ഷീറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഗിഫ്റ്റ് ഷീറ്റ് മെയിനാണ് കേട്ടോ. അല്ലെങ്കിൽ കൂട്ടുകാരുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ എന്താ ഇഷ്ടമായിട്ട് തോന്നുന്നത് വെച്ചാൽ, ഈ ഒരു ഗിഫ്റ്റ് ഷീറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതാണെങ്കിൽ കളർഫുള്ളായിട്ടുള്ള ഏതെങ്കിലും പേപ്പേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഷീറ്റിലോട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഗിഫ്റ്റ് പേപ്പർ നമ്മൾ എടുത്ത ബോക്സ് വേറെ ആയിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്തെടുത്തെന്ന് വെച്ചാൽ കുഞ്ഞാപ്പി ഓൾറെഡി അതിൻ്റെ ഈ ഒരു ബോക്സിൻ്റെ മേളിലുള്ള പ്രിൻസസിൻ്റെ പിക്ചേഴ്സൊക്കെ കീറി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പേപ്പർ ഓൾറെഡി പ്രിൻസസിൻ്റെ ഫോട്ടോ ഉള്ളത് അവിടെ ഇരുന്നോട്ടെ എന്ന് കൊച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ കീറി കളഞ്ഞതിൻ്റെ മേളിലോട്ട് ഒട്ടിക്കാനല്ലേ. അപ്പോൾ എന്തായാലും അത് അവിടെ വെച്ചിട്ട് ഞാൻ ഈ ഒരു ബോക്സ് എടുത്താണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ഗിഫ്റ്റ് ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഗിഫ്റ്റ് ഷീറ്റ് കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുഞ്ഞാപ്പിനെ നിർത്തിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ കുഞ്ഞാപ്പിക്കും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കുട്ടികളോട് കൂടെ നിർത്താമെന്നുണ്ടെങ്കിൽ അവർക്കും ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് തോന്നാനും ചെയ്തെടുക്കാനൊക്കെ ഇത് താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെയുള്ള ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ കൊച്ചു വന്നിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഗമ്മെന്ന് പറഞ്ഞാൽ ഈ ഫെവിക്വിക്കും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫെവിക്കോളും എടുത്തിട്ടുണ്ടായിരുന്നു. ഫെവിക്കോളും കൊണ്ട് നമുക്ക് ഒട്ടി കിട്ടുന്നതാണ്. പക്ഷേ കുഞ്ഞാപ്പി ഉള്ളതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ വീഡിയോ എടുത്ത് തീർക്കാനുള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു പശയാണ് കേട്ടോ വേഗം കൊടുത്തത്. അപ്പോൾ ഈ ഒരു പശയൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ ഇത് കയ്യിൽ ഒട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് കയ്യിൽ നിന്ന് പോകാനായിട്ട്. അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഈ ഒരു ഗമ്മ എടുക്കണ്ടെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾക്കിത് കയ്യിൽ ഒട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കൈ തമ്മിൽ ഒട്ടിപ്പോവുകയും ചെയ്യും. എടുക്കുന്ന ടൈമിൽ വലിയ ആളുകളാണെങ്കിലും കൈയൊക്കെ ശ്രദ്ധിക്കുക, നമ്മളുടെ കൈ തമ്മിൽ ഒട്ടിയിട്ടുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ച് നോക്കാമെന്ന് വെച്ചാൽ ഞാൻ ഇത് ഉണ്ടാക്കുന്ന തിരക്കിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ കൈ ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ ഒട്ടി പിടിച്ചിട്ട് വിരലുകൾ തമ്മിൽ ഒട്ടിയിട്ട് പിന്നെ അത് അടത്തിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇത് ഇങ്ങനെ ഒട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ച് നേരം കഞ്ഞിവെള്ളത്തിലൊക്കെ മുക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് വിട്ട് കിട്ടും. പക്ഷെ എന്നാലും നല്ല പെയിൻഫുള്ളാണ് കേട്ടോ പോകാനായിട്ട്. നമ്മുടെ കയ്യിനൊക്കെ ഒത്തിരി കട്ടിയില്ലാത്ത തൊലിക്കൊക്കെ ഒത്തിരി കട്ടിയില്ലാത്ത ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു വേദനയായിരിക്കും. എൻ്റെ കയ്യുമ്മേന്ന് അത് പൊളിഞ്ഞു വന്നപ്പോൾ നല്ലൊരു വേദന ഉണ്ടായി എനിക്ക്. അപ്പോൾ കൂട്ടുകാരൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ നഖത്തിൻ്റെ ഇടയിലോട്ടൊക്കെയാണ് ഇത് വീഴുന്നുണ്ടെങ്കിൽ ഭയങ്കര പെയിനാണ് കേട്ടോ അത് എടുക്കാനായിട്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഈ ഒരു ഗം എടുക്കണ്ടെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ കുഞ്ഞാപ്പിയുടെ ഉണ്ടായ കാരണം പെട്ടെന്ന് തീർക്കാനും അതുപോലെ തന്നെ കുഞ്ഞാപ്പിക്ക് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് കുട്ടികളാണല്ലോ, അപ്പോൾ അത് വേഗം വേഗം കളിക്കാനുള്ളൊരു ടെൻഡൻസി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കയ്യിലോട്ട് കൊടുക്കണം. കയ്യിൽ കൊടുക്കുമ്പോൾ ഇത് പോവുകയും ചെയ്യരുത്. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ഗം എടുത്തത്. അപ്പോൾ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഫെവിക്കോൾ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിളായിട്ട് തോന്നുന്ന ഏതാണോ ഗമ്മുള്ളതെന്ന് വെച്ചാൽ അതെടുക്കുക ചെയ്യുക. ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് കുട്ടികളുടേതായ സാധനങ്ങളൊക്കെ സേവ് ചെയ്ത് വെക്കാനൊക്കെ നമ്മളിങ്ങനെ അട്രാക്റ്റീവായിട്ടൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കുള്ളൂ. അപ്പോൾ ഞാനിത് ഈ ബോക്സ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ കുഞ്ഞാപ്പിക്ക് കുറച്ച് ലവ്സൊക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കെടുത്ത് ഇങ്ങനെ കുറച്ച് ഗിഫ്റ്റ് പേപ്പറൊക്കെ ഉള്ളതൊക്കെ ലവൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കൊണ്ട് തന്നാണ്. പക്ഷേ ഞാനത് ഒട്ടിച്ചില്ലായിരുന്നു കേട്ടോ. ആളെന്നോട് വഴക്കിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ അതിനൊരു മേക്ക് ഓവർ എടുക്കാനായിട്ട് നമ്മളെടുത്തത് നമ്മുടെ ചുരിദാറിന് മേക്ക് ഓവർ ചെയ്യാനായിട്ട്, ചുരിദാറിന് ഡിസൈൻ ചെയ്യാനായിട്ട് ഈ ഒരു സ്റ്റോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റോൺ വെച്ചാണ് കേട്ടോ ഞാനിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗമ്മ് വെച്ച് തന്നെയാണ് ആ ഒരു സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഈ ഒരു ഗമ്മ് ആ ഒരു ഗിൽറ്റ് ഷീറ്റിലോട്ട് ഒട്ടിക്കിട്ടാനായിട്ട് ഇത്തിരി പണിയായിരുന്നു. ചില ആ ഒരു ഗിൽറ്റ് ഉള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നമ്മളതല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ നമ്മുടെ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അത് എടുക്കുന്ന നല്ലതായിരിക്കും. ഞാൻ കുറച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നീട് ഗ്ലൂ ഗണ്ണ് വെച്ചാണ് കേട്ടോ ഒട്ടിച്ചെടുത്തത്. വെച്ചാൽ ഇത് ഒട്ടി കിട്ടാനായിട്ട് ഇച്ചിരി പണിയാണ്. നമ്മളിങ്ങനെ പ്രസ് ചെയ്തൊക്കെ കൊടുത്ത് ഈ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ ഈ ഒരു പശ വെച്ചാണ് ഒട്ടിച്ചു കൊടുത്തത്. പിന്നീട് നമ്മൾ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ യൂസ് ചെയ്തത്. അപ്പോൾ അത് രണ്ട് സൈഡിലും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ പ്രസ് ചെയ്തൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അത് ഒട്ടി കിട്ടും. പക്ഷേ എന്നാലും ഇച്ചിരി വെയിറ്റ് ചെയ്യണം നല്ല രീതിയിൽ തന്നെ. അപ്പോൾ കുട്ടികളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പശ എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. ചില നെയിൽസിൻ്റെ ഉള്ളിലൊക്കെയാണ് പോകുന്നതെങ്കിൽ നല്ലൊരു പെയിൻഫുള്ളാണ് നമുക്ക്. അപ്പോൾ നമ്മളിതിങ്ങനെ സെറ്റ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി കൂട്ടുകാർക്കൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന ടൈമൊക്കെ ആയാലും ട്യൂഷൻ ക്ലാസ്സിലും അതുപോലെ തന്നെ സ്കൂളിലും എല്ലായിടത്തും ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന ടൈം ആയാലും അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ക്യൂട്ടായിട്ടൊക്കെ ചെയ്തിട്ട് അതിനകത്തോട്ട് കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി.
ഫൈനൽ ലുക്ക് അടിപൊളിയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു നമ്മുടെ സ്റ്റോണൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ സെൻറ്ററിലായിട്ട് നമ്മുടെ വട്ടത്തിലുള്ള മിററും കൂടി ഉണ്ടല്ലോ, അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിതെല്ലാം ഈ ഒരു ഭാഗത്ത് ഒട്ടിച്ചപ്പോഴെല്ലാം തന്നെ ഈ ഒരു ഗം വെച്ചാണ് ഒട്ടിച്ചത്. പിന്നീട് നമ്മുടെ ഗ്ലൂ ഗൺ കൂടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പുറത്തെ സൈഡിൽ ഒട്ടിച്ചപ്പോൾ വെച്ചാൽ ഇച്ചിരി ഇങ്ങോട്ട് പോരുന്ന പോലെ തോന്നിയായിരുന്നു. അപ്പോൾ എനിക്ക് ഇച്ചിരി സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഒരു നമ്മുടെ ഗ്ലൂ ഗൺ വെച്ച് സെറ്റ് ചെയ്തെടുത്താണ്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഞാൻ ഇതിൽ ഇട്ടൊഴിച്ചത് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞാപ്പയുടെ കൊലുസാണ് കേട്ടോ ഇട്ട് വെച്ചത്. കൊലുസ് ഇട്ട് വെച്ചത് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞാപ്പിക്ക് 2-3 കൊലുസുണ്ട്. അപ്പോൾ കുഞ്ഞാപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അത് കുഞ്ഞാപ്പി എടുക്കാനും പെട്ടെന്ന് എടുത്ത് വെക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ആക്കിയത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് കിട്ടൊക്കെ കൊടുക്കാൻ അടിപൊളിയാണ്. എനിക്കിത് ഫൈനൽ ലുക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ വെറൈറ്റി വീഡിയോസ് ആയിട്ട് വീണ്ടും കാണുന്നവർക്ക് ബൈ, ടേക്ക് കെയർ.